ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നൊരു എഗ്ഗ് ഫ്രൈഡ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, മല്ലിയില. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 എണ്ണം വരെയൊക്കെ ഈ മസാലയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് ഇഷ്ടത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഒരു നുള്ളു പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാള ഒരുപാട് കനം കുറച്ചരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒത്തിരി കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കുക. ഇത് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ സവാളയുടെയും എണ്ണയുടെയും കൂടെ കിടന്നിട്ട് ഈ പൊടികൾ നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് പൊടികളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകിൽ നിന്ന് പകുതി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ക്യാമറാമാൻ സ്കൂളിലേക്ക് പോകണ തിരക്കായതുകൊണ്ട് ഈ വീഡിയോക്ക് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കണം. ഇടയിൽ മൂടി തുറക്കണം, ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റുമ്പോൾ ചേർത്ത് ഉപ്പ് പോരാ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത്. വീണ്ടും ഒന്നുകൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഈ തക്കാളി എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ പോയി നല്ല സോഫ്റ്റായിട്ട് വരണം. മൂടി തുറന്ന് നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിനെ ഒന്ന് നിരത്തി കൊടുക്കുക. ചട്ടിയുടെ അടിഭാഗത്തായിട്ടൊന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഓരോ മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ തോടെങ്ങാനും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ടത്തോട് കൊണ്ട് തന്നെ ആ തോട് അതിൽ നിന്ന് എടുത്താൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ മുട്ടത്തോട് നല്ല ക്ലീൻ ആയിരിക്കണം. മുട്ട നമ്മൾ എടുക്കുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. പകുതി വേവാകുമ്പോൾ ഇത് തുറന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് നേരത്തെ മാറ്റി വെച്ച പച്ചമുളകില്ലേ, ഞാനത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ കാണാനൊരു ഭംഗിക്ക് ഇരിക്കട്ടെ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും വേവിൽ ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. എൻ്റെ മോനിത് ഇങ്ങനെ കഴിക്കില്ല, അതുകൊണ്ട് അപ്പോൾ ആ മഞ്ഞക്കറി വേവാതെ അവൻ കഴിക്കില്ല, അവന് ഇഷ്ടമല്ല ഇത്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് 3 കഷ്ണമാക്കി ഇതിനെ കട്ട് ചെയ്യുക. ഒറ്റയടിക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് 3 കഷ്ണമായിട്ട് മുറിച്ചെടുത്ത ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 3 കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതാ അപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് മസാല റെഡി ആയിട്ടുണ്ട്.
മക്കൾക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രാവിലെ ഉണ്ടാക്കിയത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.